ഹായ് കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. ദേ നമുക്ക് അടിപൊളിയായിട്ടൊരു ചിക്കൻ കറിയും തേങ്ങാച്ചോറും പരിപ്പും പപ്പടവും ഉണ്ടാക്കിയാലോ? നിങ്ങൾക്കൊക്കെ എന്നെക്കാട്ടിലും അടിപൊളിയായിട്ട് കുക്ക് ചെയ്യാൻ അറിയാമെന്ന് എനിക്കറിയാം. എന്നാലും എൻ്റേതായ സ്റ്റൈലിൽ ഞാൻ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാവേ. ആദ്യം മിക്സിയുടെ ജാർ എടുത്തിട്ട് കുറച്ച് വലിയ ജീരകവും ആ, കുറച്ച് തേങ്ങായും മഞ്ഞപ്പൊടിയും ഇട്ടാണ് ഞാൻ അരച്ചെടുക്കുന്നത്. അപ്പം ഉം, പിന്നെ തേങ്ങ ഫ്രിഡ്ജിലിരിക്കുമായിരുന്നു കട്ടയ്ക്ക്. അത് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇടുകയാണ്. അതിനുശേഷം അത് അരച്ചെടുക്കും. പിന്നെ പിന്നെ 2-3 ഏലക്കായും ഗ്രാമ്പൂവും കറുവപ്പട്ടയും കൂടെ വെള്ളത്തിലേക്ക് ഇടും. അതിനു മുമ്പ് അരി കഴുകിയിടണേ. ഞാൻ ദേ അരി കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് റേഷൻ കടയിൽ നിന്ന് വാങ്ങുന്ന നല്ല ചാക്കരിയില്ലേ, അതാണ്. അതുകൊണ്ട് തേങ്ങാച്ചോറ് വെച്ചാലാണ് നല്ല ടേസ്റ്റ് കൂടുതൽ കിട്ടുന്നത്. അത് ഞങ്ങളുടെ വീട്ടിലെല്ലാവർക്കും അതാണ് കൂടുതൽ ഇഷ്ടം. നിങ്ങളുടെ എങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. പക്ഷെ ഞാൻ ആ അരി വെച്ചാണ് തേങ്ങാച്ചോറ് വെക്കുന്നത്. അരി കഴുകി പാത്രത്തിലേക്ക് ഇട്ട് കുറച്ച് വെള്ളവും ഒഴിച്ച് ഒരു 2-3 ഏലക്കായും ഗ്രാമ്പൂവും കറുവപ്പട്ടയും കൂടെയാണ്, അതും കൂടെ വെള്ളത്തിലേക്ക് ഇടണം. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പും ഇട്ട് ഈ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ, വലിയ ജീരകം, മഞ്ഞൾപ്പൊടി ഇട്ടും അരച്ച് വെച്ചിരിക്കുന്നില്ലേ, അതും കൂടെ ഇതിലേക്ക് കലക്കി ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് അടുപ്പത്ത് വെക്കുകയാണ്. പിന്നെ കുറേ പേര് ചോദിക്കുവേ ഞാൻ എവിടത്തുകാരിയാണെന്ന്. ഞാൻ കോട്ടയം ഈരാറ്റുപേട്ടയാണ്. ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്, എന്നാലും വീണ്ടും വീണ്ടും മെസ്സേജ് ഇടുന്നുണ്ട് എവിടെവാ സ്ഥലമെന്ന്. ഞാൻ കോട്ടയം ഈരാറ്റുപേട്ട തന്നെയാണ്. പിന്നെ അരച്ച് വെച്ചതെല്ലാം കൂടെ അതെ കൂട്ടി കലക്കി അത് ഗ്യാസിലേക്ക് വെച്ച് നല്ല തിള വരുമ്പോൾ നമുക്ക് താളിച്ചൊഴിക്കണേ. പിന്നെ ഉണ്ടല്ലോ കൂട്ടുകാരെ, നിങ്ങളൊക്കെ ഈ വീഡിയോസ് കാണുമ്പോൾ നിങ്ങളുടെയൊക്കെ സ്ഥലം എവിടെയാണെന്ന്, നിങ്ങൾ എവിടെ ഇരുന്നാണ് കാണുന്നതെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ആ കമൻറ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, കുറേ ബാഡ് കമൻറ്റ് ഇടാനായിട്ട് മാത്രം കുറേ ആളുകളുണ്ട്. അവർക്ക് എന്ത് സുഖമാണ് കിട്ടുന്നതെന്ന് എനിക്കറിയത്തില്ല. അതൊക്കെ പോട്ടെ. പിന്നെ നമുക്കിതിലേക്ക് താളിച്ചൊഴിക്കാം. ഇത് ചെറിയ ഉള്ളിയാണ്. വെളിച്ചെണ്ണയ്ക്കകത്ത് ചെറിയ ഉള്ളിയും കറിവേപ്പിലയും കൂടെ ഇട്ട് അതിലേക്ക് താളിച്ചൊഴിക്കണേ. ശകലം നല്ലപോലെ ഇച്ചിരി എണ്ണ ഒഴിക്കണേ. ഇത്രയും റൈസിന് വേണമല്ലോ, അപ്പം അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണ്. അതൊഴിച്ച് ഒന്ന് അടച്ച് വെക്കണം ഒരു 5 മിനിറ്റ്. ഇതിന് ശേഷം വേണം ഇളക്കാൻ. അപ്പം നല്ല സ്മെല്ലോട് കൂടി ഇരിക്കുവേ. ആ സ്മെല്ല് പുറത്ത് പോകാതെ അടച്ച് വെക്കുമ്പോൾ. ആ സമയത്തിന് നമുക്ക് നല്ല നാടൻ ചിക്കൻ കറി വെക്കാവേ. സബോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും തക്കാളിയും ഒക്കെ അരിഞ്ഞ് എണ്ണയ്ക്കകത്ത് ഇടുമ്പോഴത്തേക്ക് ചോറ് വെന്ത് കിട്ടും. എന്ന് കഴിയുമ്പോൾ നമുക്ക് നല്ല അടിപൊളി ഒരു പരിപ്പ് കറി വെക്കാനുണ്ട്. നിങ്ങളൊക്കെ വെക്കുമോ ഇല്ലയെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഞങ്ങളുടെ ഇവിടുത്തെ സ്പെഷ്യലാണ്. അത് ഞങ്ങൾക്ക് വെച്ച് കാണിച്ചു തരാവേ. അപ്പം ഇതെല്ലാം അരിഞ്ഞ് ഗ്യാസിലേക്ക് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ഇടുവാണെങ്കിൽ അത് പെട്ടെന്ന് ആയി കിട്ടുവേ. ഞാൻ അങ്ങനെയാണ് ഇടുന്നത്. നിങ്ങളൊക്കെ അങ്ങനെയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ നിങ്ങളെൻ്റെ വീഡിയോ യൂട്യൂബിലാണോ ഫേസ്ബുക്കിലാണോ കാണുന്നതെന്ന് കമൻ്റ് ഇടണേ. പിന്നെ എൻ്റെ ഇൻസ്റ്റാ പേജ് ഒന്ന് ഫോളോ ചെയ്യണേ. അതിൻ്റെ അകത്ത് 112K ഫോളോവേഴ്സ് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഏതിലാണ് കാണുന്നതെന്നും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇൻസ്റ്റയിലാണോ ഫേസ്ബുക്കിലാണോ യൂട്യൂബിലാണോ കാണുന്നതെന്നും കൂടെ കമൻറ്റ് ചെയ്യണേ. ഏതിലാണ് കാണുന്നതെങ്കിലും നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ ഒന്ന് കമൻറ്റും കൂടെ ചെയ്യണേ. പിന്നെ എൻ്റെ സ്ഥലം ചോദിക്കുവേ. ഞാൻ കോട്ടയം ഈരാറ്റുപേട്ടയാണ്. ഒരുപാട് മെസ്സേജ് കൂടെയൊക്കെ ഇട്ട് ചോദിക്കാറുണ്ട് ഞാൻ എവിടെവാ സ്ഥലമെന്ന്. ഞാൻ കോട്ടയം ഈരാറ്റുപേട്ടയാണ്. പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെങ്കിലും വീണ്ടും വീണ്ടും ചോദിക്കാറുണ്ട് എവിടെവാ സ്ഥലമെന്ന്. പിന്നെ ഇന്ന് ഫ്രൈഡേ അല്ലേ, നിങ്ങളുടെയൊക്കെ സ്പെഷ്യൽ എന്താണെന്നും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ആ സമയത്തിന് നമുക്ക് ചിക്കൻ കറി അവിടെ ആകുന്ന നേരത്തിന് നമുക്കിത് അത് കുറച്ച് പരിപ്പെടുത്ത് കുക്കറിലേക്ക് ഇടണം. കുറച്ച് പച്ചമുളകും 2 പച്ചമുളക് മതിയേ. ഒരു വത്തൽമുളകും ഒരെണ്ണം. പിന്നെ ചെറിയ ഉള്ളിയും കൂടെ ഇട്ട് കുറച്ച് വെള്ളവും ഒഴിച്ച് പരിപ്പൊന്ന് കുക്കറിൽ വെച്ചൊന്ന് വേഗം വെക്കണം. ശകലം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചാൽ കുക്കറിൻ്റെ മുകളിൽ കൂടെ തിളച്ച് തൂവുകയില്ലായേ. എന്നിട്ട് അതൊന്ന് ആ സമയം കൊണ്ട് വേകട്ടെ. വെന്ത് കഴിയുമ്പോഴത്തേക്ക്
നമുക്കത് അരച്ചെടുക്കണം മിക്സിയുടെ ജാറിലിട്ട്. അപ്പോഴത്തേക്ക് ഇതേ സബോളയൊക്കെ നന്നായി കിട്ടിയിട്ടുണ്ട്. അപ്പം അതിലേക്ക് ചിക്കൻ കറിക്ക് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയും ചിക്കൻ മസാലയും ഒക്കെ ഇട്ട് അതൊന്ന് വേകാനായിട്ട് നമുക്ക് വെക്കാം. ഇന്നലെ ഹർത്താലായതുകൊണ്ട് നിങ്ങളൊക്കെ എങ്ങോട്ടെങ്കിലും ട്രിപ്പ് പോയോ അതോ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നോ? എന്താ ചെയ്തേന്നൊന്ന് പറയണേ. പിന്നെ നിങ്ങളുടെയൊക്കെ സ്ഥലവും പറയണേ. കുറേ കോഴിക്കോടുകാർ മെസ്സേജ് ഇടാറുണ്ട്. നല്ല മെസ്സേജുകളാണ് അവരിടുന്നത്. അതുപോലെയാണ് മലപ്പുറംകാര്, തിരുവനന്തപുരംകാരും ഒക്കെ ഉണ്ട്. അപ്പം ഓരോരുത്തർ എവിടെവാ സ്ഥലമെന്നൊന്ന് കമൻ്റ് ഇടണേ. യൂട്യൂബ് ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. എനിക്ക് ഫോളോവേഴ്സൊക്കെ കുറവാണ് യൂട്യൂബിൽ. നിങ്ങളൊക്കെ സബ്സ്ക്രൈബ് ചെയ്താലേ ആവുള്ളൂ. പിന്നെ എനിക്ക് വീഡിയോസ് ഇടാൻ ഭയങ്കര മടിയുമാണ്. ഭയങ്കര ക്ഷമ വേണമെന്നേ വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്യാനും ഇടാനും ഒക്കെ. അതുകൊണ്ട് വേണ്ടെന്ന് ഓർക്കും. പിന്നെയും ചില സമയങ്ങളിൽ തോന്നും എന്നാ വീഡിയോസ് എടുത്തിട്ടേക്കാവെന്ന്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ഫോളോ ഒക്കെ ചെയ്ത് സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് ലൈക്കും ഷെയറും ഒക്കെ ഒന്ന് തരണേ. ഈ തേങ്ങാച്ചോറുണ്ടല്ലോ അതിന് നല്ല ബീഫ് ഒലത്തിയതാണ് കൂടുതൽ ടേസ്റ്റ്. എൻ്റെ പിള്ളേർ ബീഫ് കൂട്ടാറില്ലായേ, അതുകൊണ്ടാണ് ഞാൻ ചിക്കൻ കറി വെക്കുന്നത്. നല്ല ബീഫ് തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് ഒലത്തിയെടുത്ത് തേങ്ങാച്ചോറിൻ്റെ കൂടെ കഴിച്ചാൽ എന്താ ടേസ്റ്റ് എന്നറിയാവോ? അടിപൊളിയാണ്. ക്യാബേജ് തോരനും വെക്കുവേ. ഇവിടെ ക്യാബേജ് കൂട്ടാറില്ല എൻ്റെ പിള്ളേർ, അതുകൊണ്ട് ഞാൻ ക്യാബേജ് വെക്കാത്തത്. പിന്നെ ചിക്കൻ മാത്രമേ അവർക്ക് പോവുള്ളൂ. എപ്പോഴും ചിക്കൻ തന്നെ വേണം. ഞാൻ ചിക്കൻ കറിയുടെ കൂട്ടത്തിൽ പരിപ്പ് വെച്ചാലും അവർ ചിലപ്പോഴേ കൂട്ടുകയുള്ളൂ. എന്നാലും കുറച്ച് വെച്ചെന്നേ ഉള്ളൂ. നല്ല പരിപ്പ് കറിയാണ്. എനിക്കിഷ്ടമാണ് ആ പരിപ്പ് കറിയും കൂടി തേങ്ങാച്ചോറ് കഴിക്കാൻ. എനിക്ക് വേണ്ടി ഞാൻ ഈ പരിപ്പ് കറി വെക്കുന്നത്. നിങ്ങളുടെയൊക്കെ അവിടെ ഇങ്ങനെയാണോ തേങ്ങാച്ചോറ് വെക്കുന്നതെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം കുറേ ഡ്രസ്സ് ഉണ്ടെന്നും പറഞ്ഞൊരു റീലിട്ടായിരുന്നല്ലോ. ഒരുപാട് പേര് അതിന് റിപ്ലൈ തന്നു കേട്ടോ. അവർ കുറേ പേര് നേരിട്ട് വന്ന് ഡ്രസ്സ് കൊണ്ടുപോയി. പിന്നെ കുറേ പേര് പോസ്റ്റൽ വഴി അഡ്രസ്സ് അയച്ചു തന്ന് അവർക്കൊക്കെ കൊടുക്കാൻ പറ്റി. ഇനിയിപ്പോൾ ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്. അപ്പം ഇപ്പം എൻ്റെ കയ്യിലെല്ലാം തീർന്ന്. ഇനി കിട്ടുമ്പോഴത്തേക്ക് ഞാൻ റീലിടാവേ. അപ്പം കിട്ടാത്തവരെല്ലാവരും ഒന്ന് കമൻ്റ് ഇട്ടാൽ മതിയേ. അപ്പോഴത്തേക്ക് അവർക്ക് എത്തിച്ചു തരാവേ. പിന്നെ ചോദിക്കുന്നുണ്ട് പഴയ ഫോളോവേഴ്സിന് സമ്മാനമൊന്നും ഇല്ലേന്ന്. ഞാനൊരു ഗീവ് അവേ വെക്കുന്നുണ്ട്. ഒരു 2-3 ദിവസത്തിനുള്ളിൽ അതിൻ്റെ വീഡിയോസ് ചെയ്യാവേ. നിങ്ങളെൻ്റെ വീഡിയോസൊക്കെ കണ്ടാലല്ലേ ഉള്ളൂ എന്താ ഏതാന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ. അപ്പോഴത്തേക്കും തേങ്ങാച്ചോറ് റെഡി ആയിട്ടുണ്ട്. നല്ല ആവി പറക്കുന്ന തേങ്ങാച്ചോറ് കണ്ടോ, സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. നിങ്ങളൊക്കെ ഒന്ന് ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കണേ. വീഡിയോസ് ഞാൻ രാവിലെ എടുത്തതാണെങ്കിലും വോയിസ് ഓവർ കൊടുക്കുന്നത് പിന്നീടാണ്. അതുകൊണ്ട് പുറത്ത് ഒരുപാട് ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മുടെ പരിപ്പ് വെന്തിട്ടുണ്ട്. അതേ കുക്കർ ഞാൻ തുറന്ന് അത് മിക്സിയുടെ ജാറിലേക്കിട്ട് അരച്ചെടുക്കാവേ. അതിനു മുമ്പ് കുറച്ച് തേങ്ങായും ഒരു സ്വല്പം ചെറിയ ജീരകവും 2 കഷ്ണം വെളുത്തുള്ളിയും കൂടെ ഇട്ടൊന്ന് മിക്സിയിലൊന്ന് അരച്ചെടുക്കണേ. തേങ്ങായോ പൊടി തേങ്ങ മതി. ഒന്ന് അരച്ച് കലക്കി വെച്ചതാണ് ഇത് അവിടെ ഇരിക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ ഈ വെന്ത പരിപ്പും കൂടെ ഒന്ന് മിക്സിയിലിട്ട് അരച്ചെടുത്തിട്ട് ഇത് രണ്ടും കൂടെ ഒരുമിച്ച് കലക്കി എടുക്കണേ. നിങ്ങളുടെ അവിടെ ഇങ്ങനെയാണോ പരിപ്പ് കറി വെക്കുന്നത്? ഞങ്ങളുടെ ഇവിടെ ഇങ്ങനത്തെ പരിപ്പ് കറിയാണ്. എൻ്റെ അത്തച്ചിക്ക് ഈ പരിപ്പ് കറി ഭയങ്കര ഇഷ്ടമായിരുന്നു. സാദാ ചോറിനും അല്ലാതെയൊക്കെ എപ്പോഴും കഴിക്കുമായിരുന്നു. ഇത് വെച്ച് കൊടുക്കുന്ന ദിവസം ഭയങ്കര ഇഷ്ടവുമായിരുന്നു. പക്ഷെ എൻ്റെ അത്തച്ചി മരിച്ചിട്ട് ഇപ്പോൾ ഈ ഫെബ്രുവരി 17-ാം തീയതി ആകുമ്പോൾ ഇപ്പോൾ 2 വർഷമാവുകയാണ്. ഈ തേങ്ങാച്ചോറുമൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളായിരുന്നു. എപ്പോഴും ഈ പരിപ്പ് കറി വെച്ച് തരുമോയെന്ന് ചോദിക്കും. ഭയങ്കര ടേസ്റ്റാണെന്നാണ് പറയുന്നത്. പാവം എൻ്റെ അത്തച്ചി ഇപ്പോൾ 2 വർഷമായി മരിച്ചിട്ട്. 17-ാം തീയതി ആകുമ്പോഴത്തേക്കും ഇന്ന് ഫെബ്രുവരി 13 എൻ്റെ അത്തച്ചിയുടെ ആഹിറം വെളിച്ചമാക്കി കൊടുക്കട്ടെ. അത് രണ്ടും കൂടെ ഇളക്കിയ ശേഷം ഒന്ന്
തിളപ്പിച്ചെടുക്കണേ. പൊങ്ങിപ്പോയല്ലേ, ഈ മോര് കാച്ചുന്നത് പോലെയാണ് ഇളക്കിയെടുക്കാവുള്ളൂ. ഒരുപാട് തിള വരല്ലേ. ഇങ്ങനെ തിള വന്നോട്ട്, തിളച്ചിങ്ങനെ പൊങ്ങിപ്പോകല്ലേ. അതിനുശേഷം കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് വേണം. ഞാൻ ഉപ്പിടാൻ മറന്നു പോയായിരുന്നു. ഇപ്പോഴാണ് ഉപ്പിൻ്റെ കാര്യം ഓർത്തത്. ഒരു ഉപ്പ് ഇട്ട് ചെറിയ ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതും കറിവേപ്പിലയും കൂടെ ഇട്ട് ഇതിനകത്തേക്കൊന്ന് താളിച്ചൊഴിക്കണേ. അതും കൂടെ കഴിഞ്ഞാൽ സൂപ്പർ പരിപ്പ് കറി റെഡിയായേ. നിങ്ങളുടെ അവിടെയൊക്കെ എങ്ങനെയാ? നല്ല വേനലായോ? വെള്ളമൊക്കെ ഉണ്ടോ? ഇവിടെയൊക്കെ നല്ല വേനലായേ. പിന്നെ അടുത്ത ആഴ്ച ഇപ്പം നോമ്പും വരുമല്ലേ. അത് താളിച്ചൊഴിച്ചത് അതിന് ശേഷം ഇനി പപ്പടവും കൂടെ പൊരിച്ചാൽ മതി. ഇപ്പം തന്നെ 8 മണിയായേ. അപ്പം പോകാൻ ടൈമായി. വേഗം ആക്കിയെടുക്കുക. ഈ പപ്പടവും കൂടെ പൊരിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ടിഫിൻ എടുക്കാൻ സമയമായി. അവർ നോക്കി നിൽക്കുക ടിഫിൻ എടുത്തോന്നും ചോദിച്ചുകൊണ്ട്. മൂത്ത ആൾ പോളിടെക്നിക്കൽ എഞ്ചിനീയറിംഗ് കോളേജിലാണ്. ഒരു 8:10 ബസ് വരും. അപ്പോൾ അവനിക്ക് വേഗം പോകേണ്ടതാണ്. പപ്പടവും കൂടെ പൊരിച്ചെടുത്ത്